ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്. എൻ്റെ പേര് ഷജി. അപ്പോൾ എല്ലാവരും ഷജി ചേച്ചിന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞതിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മഞ്ഞളൊക്കെ വാങ്ങിയിട്ട് ഉണക്കിയിട്ടും പുഴുങ്ങിയിട്ടും പിന്നെ ഉണക്കണതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ മഞ്ഞളൊക്കെ അവിടെ ഒരു ഭാഗത്ത് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നിച്ച് പറഞ്ഞാൽ കുറച്ച് ഇടവിട്ടിട്ട് അങ്ങനെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒന്നിച്ചാണ്ട് മുളയ്ക്കും ചെയ്തു കേട്ടോ. ഈ മഴ കൊണ്ട് പെയ്തപ്പോൾ എല്ലാം കൂടി ഉണ്ട് മുളച്ചു. അപ്പോൾ 2 ദിവസം മഴ പെയ്ത കാരണം കുറേ കൂവ, അതേപോലെ ഇഞ്ചി മാത്രമല്ല പിന്നെ മഞ്ഞൾ ഒക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇനി പറിച്ചിട്ട് നടണം. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയത് കിലോ 45 രൂപയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. മഞ്ഞൾ വാങ്ങിയത് 45 രൂപയ്ക്കാണ് വാങ്ങിയത്. 5 കിലോന് അത്രേ 5-10 ഓർമ്മയില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വിജയേട്ട അവിടെ കുറച്ച് നേരം ഒരു 20 മിനിറ്റൊക്കെ 15 മിനിറ്റൊക്കെ കളിക്കുള്ളൂ. കളിക്കണ പണി അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ആൾ കുറച്ച് ചെയ്യാണ് പണി. പിന്നെ ഈ പണികളൊക്കെ അച്ഛനാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. തെങ്ങിൻ്റെ ചൂട് കളയ്ക്കലും വല്ലതും. ഇപ്പോൾ അച്ഛന് ഇപ്പോൾ ഈ 3-4 മാസമായിട്ട് അങ്ങനെ അച്ഛൻ നിർത്തി പണി. മറ്റത് ഇത്ര വയസ്സായിട്ടും 80 വയസ്സായിപ്പോൾ ഈ 78-79 വയസ്സ് വരെ ആൾ അടിപൊളിയായിട്ട് കളച്ച് എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും അങ്ങനെ ആരോഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോഴാണ് ഇതിൻ്റെ വിലയൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോൾ വിജയേട്ടനാണ് ഇപ്പോൾ ആശ്രയം. നമുക്കും പറ്റായിട്ടൊന്നല്ല. അപ്പോൾ വിജയേട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ പറ്റാത്തൊക്കെ ഞാനും ചെയ്യും. അപ്പോൾ വിജയേട്ടനെ പണി അങ്ങനെ അങ്ങോട്ട് വശമില്ല. എന്നാലും ഇതൊക്കെ അങ്ങോട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കൂടി ഞാൻ എടുക്കുന്നുണ്ട് വിജയേട്ടനോട് ചോദിച്ചിട്ട്. അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെടിയാ, തക്കാളി തൈ, വഴുതന തൈ, മുളകും തൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്തിൽ അങ്ങനെ കൊടുക്കില്ലേ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് നട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച കുറേ ചെടികളും ഒക്കെ ഉണ്ടാവും അവിടെ. പിന്നെ ചെണ്ടുമല്ലി, ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിറയെ പോത്തും എരുമയും ആടും ഒക്കെ ഉണ്ടാവും. നാളത്തെ വീഡിയോ പറ്റുമെങ്കിൽ മാത്രം കേട്ടോ. ഇതിൽ ഉറപ്പൊന്നും പറയണില്ല. നാളെ അവിടെ ചന്തയിൽ പോയിട്ട് കുറച്ച് വീഡിയോ ചിലപ്പോൾ ഞാൻ എടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അവിടെ തൊട്ടടുത്ത് തന്നെ, ഷോപ്പിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്. എന്നാലും സുന്ദരേട്ടൻ പറഞ്ഞാൽ ഞാൻ കാണിക്കാറുണ്ടല്ലോ, ആ മാമനെയും കൂട്ടിയിട്ട് വെറുതെ ഒന്ന് എടുക്കാം കേട്ടോ. കാരണം ചന്തയിൽ എത്ര പോത്തുകൾ, വാണിയംകുളം ചന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതും ഇതേപോലെ സിനിമയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അയ്യോ, ഇതൊരു പലഹാരം ഉണ്ടാക്കി തന്നെ അതാകെ കരിഞ്ഞ് പുറ്റായി. ആ കഥ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ കഥയൊക്കെ പിന്നെ പറയാം. ഞങ്ങളിപ്പോൾ റെയിലിൻ്റെ അവിടേക്ക് പോവുകയാണ്. പോവാൻ നിൽക്കുക കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നല്ല മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അകത്തൊക്കെ ചോരാൻ തുടങ്ങി. കണ്ടോ, അങ്ങനെ മുറ്റത്തൊക്കെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നും ഞാൻ ഷോപ്പിലുള്ളപ്പോഴാണ് അധികം മഴ പെയ്യുക. അപ്പോൾ ഞാൻ പറയും മഴ കാണാൻ പറ്റില്ല എപ്പോഴും എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നേരെ മഴയൊക്കെ കണ്ടു. പിന്നെ നിർത്താതെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അടുക്കള വശത്ത് എന്തായാലും അവിടെ വെള്ളം കെട്ടി നിൽക്കും കേട്ടോ. ഇപ്പോൾ ഈ ഉമ്മറ ഭാഗം കണ്ടോ, അത് പിന്നെ ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ മക്കളെ, നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴ കാരണം അവിടെയൊക്കെ തീയൊക്കെ കെടുത്തിയിട്ട് അടുക്കളയിൽ വയ്ക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ഇവിടെ ഇങ്ങനെ പെയ്തിട്ട് ആ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ളതൊരു ഇടവഴിയാണ് കേട്ടോ. അതാണ് ഇടവഴി. ആ ഇടവഴിയിൽ നിറയെ മണ്ണ് കുറച്ച് മുകളിലേക്കാണ്. അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആരോടും പരാതി പറയാനൊന്നും പറ്റില്ല. മഴ എന്തായാലും പെയ്യട്ടെ.
കാരണം വേനൽക്കാലത്ത് നമ്മൾ മഴ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് മടുത്തു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ മഴേനെ കുറ്റം പറയണ്ട നമുക്ക് എന്തായാലും. ഇപ്പോൾ അമ്മയെ കൂടെ അടിച്ചു വാരുന്നുണ്ട്, മഴ പെയ്തല്ലേ. ഇപ്പോൾ ഓടൊക്കെ അത് ചോർന്നിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെള്ളം വീഴായിരുന്നു കേട്ടോ, അത്രയും നല്ല മഴ പെയ്തു. ഞാൻ നിലം മാത്രമേ കാണിക്കാറുള്ളൂ കേട്ടോ നമ്മുടെ ചാനലിൽ, പക്ഷെ ഓടിൻ്റെ മുകളിൽ ഞാൻ കാണിക്കാറില്ല. അങ്ങനെ ഇതാ നല്ല വെള്ളമൊക്കെ വന്നു. പലകൊക്കെ വെച്ചിട്ട് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ആ പലകൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ കൈക്കോട്ടുണ്ടൊക്കെ ഒന്ന് കളച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇടവഴി കൂടെ അങ്ങോട്ട് പോവില്ല, കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മണ്ണ് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് വന്നിട്ട് മണ്ണ് മുകളിലാണ്. പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ടാകുമ്പോഴും കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ വരും. സാരില്ല, നമ്മുടെ മഴക്കുട്ടിയല്ലേ, വരട്ടെ. അങ്ങനെ മഴയൊക്കെ തോർന്നപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അച്ഛനെ കാണാതെ പിന്നെ പോയിട്ട് അച്ഛൻ്റെ വീഡിയോ ഞാൻ എടുത്തു. എപ്പോഴും അച്ഛൻ്റെ ബാക്ക് വശം കാണുള്ളൂ, നേരിട്ട് നിങ്ങൾ മുഖം കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും കേട്ടോ, ചിലപ്പോഴേ കണ്ടിട്ടുണ്ടാവും. പിന്നെ വിജയേട്ടനും ഇത് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കില്ല, മകൻ ക്യാമറ നോക്കില്ല, ഞാൻ അമ്മ മാത്രമേ ക്യാമറ നോക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മടുത്തോന്ന് അറിയില്ല കേട്ടോ. പിന്നെ അധികം മുഖം കാണിക്കാതെ ഞാൻ ചീഞ്ചട്ടി, പുഴ, മണൽ, കല്ല്, വെള്ളം ഒക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ അമ്മ അതാ ചക്ക വറുക്കണം കേട്ടോ, ചക്ക. അപ്പോൾ ചക്ക വറക്കലൊക്കെ കഴിഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3-4 ദിവസം മുന്നേ ചക്ക ഉപ്പേരി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഉണ്ടാക്കിയത്. കുറച്ച് തന്നെ, ഒരു പിടി. അങ്ങനെ നമ്മുടെ ചക്ക സ്പെഷ്യലൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വിശേഷം എന്താ പറയാൻ, വിശേഷം ഇപ്പം എന്താ, സബ്സ്ക്രൈബ് കാണാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ മടിയൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വാക്കെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പേരുകളൊന്നും പറയണില്ല, ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ നിർത്തിയിറക്കണം, അവരൊക്കെ എഴുതിയിട്ട് മടുത്തിറക്കണം കേട്ടോ. സാരമില്ല. അപ്പോൾ ഇതേപോലെ ഇനി കമൻ്റ് ഇടാനൊക്കെ നമുക്ക് കുറേ ആൾക്കാരൊന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ. അപ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല, അവർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ അതും കൂടി നമുക്ക് നോക്കണ്ട. നമുക്കിങ്ങനെ പറയാം കമൻ്റ് എഴുതുമോ. എന്നാലും പറയാൻ എന്തായാലും പൈസയ്ക്ക് ചിലവൊന്നുമില്ലല്ലോ. ഞാൻ ട്രെയിനൊക്കെ പോയി ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടികളെ തൊട്ടടുത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. എൻ്റെ യൂട്യൂബിൻ്റെ ആൾക്കാരെ കുട്ടികളൊക്കെ കുറച്ച് അകലെയാണ് കേട്ടോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. കുട്ടികളെ അടുപ്പിച്ച് കാണിച്ച് പറഞ്ഞാൽ അപ്പം കോപ്പിറൈറ്റ് വന്നു. അതുകൊണ്ട് നമ്മൾ ഈ ബിഗ് ബോസ് പോലെയാണ് ഈ യൂട്യൂബിൻ്റെ ആൾക്കാർ, അവർ എന്തൊക്കെ കണ്ടുപിടിക്കുക വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. നാളെ പറ്റുമെങ്കിൽ മാത്രം ചന്തയിലത്തെ വീഡിയോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെക്കണതോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. ഇവിടെ ഇരിക്കണ സ്ഥലം കണ്ടോ, ഞങ്ങളിരിക്കണ സ്ഥലമാണിത്, കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കണ സ്ഥലം. അപ്പോഴേക്കും ഒരു ട്രെയിൻ കൂടി വന്നു കേട്ടോ. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അകലെ നിന്നു. ട്രെയിനൊക്കെ പോയി. ഇതൊക്കെ ഞങ്ങൾക്ക് കണ്ട് മടുത്തുണ്ടാവും. സാരമില്ല, എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ഇടാനില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കണത്. പിന്നെന്താ വിശേഷം, വേറെ വിശേഷമൊന്നുമില്ല. എല്ലാ എൻ്റെ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സമയമുള്ളവർ കമൻറ്റ് വെറുതെ ഒരു ചിഹ്നമെങ്കിലും എഴുതിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ കൂട്ടുകാരെ. അടുത്ത മഴയ്ക്ക്